നമ്മളെല്ലാവരും ഏതെങ്കിലുമൊക്കെ ഒരു ലൂപ്പിലായിരിക്കും ഇങ്ങനെ കിടന്ന് കറങ്ങുന്നത്. കാരണം മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് ചെയ്യുന്നൊരു വീഡിയോ അപ്ലോഡ് ചെയ്യാനായിട്ട് മറ്റുള്ളവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ച് മാറ്റി വയ്ക്കുന്നൊരു കാര്യമെന്ന് പറയുന്നത് അതൊരു ലൂപ്പാണ്. കാരണം ഞാൻ ഈ ചാനൽ കൊണ്ടൊരു പെർഫെക്ഷൻ രീതിയിലല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിനകത്ത് വലിയ രീതിയിലുള്ള ഫാൻസി ഇൻട്രോസും അല്ലെങ്കിൽ വലിയ കരിസ്മാറ്റിക് ആയിട്ടുള്ളൊരു കണ്ടൻറ്റോ അങ്ങനെയുള്ള രീതിയിലല്ല. ഞാൻ മാക്സിമം വാല്യൂ പ്രൊവൈഡ് ചെയ്യാനായിട്ടാണ് ഈ ചാനൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാനത് മാക്സിമം ചെയ്ത് വരുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസവും. ഓക്കെ. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത് ഇന്നത്തെ ഈ വീഡിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 ഡേ എനർജി റീസെറ്റ് ചലഞ്ചിൻ്റെ ഡേ 1 ആണ്. അപ്പോൾ നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ നമ്മളെല്ലാം എന്താണ് ചലഞ്ച് എങ്ങനെയാണ് ഏകദേശ രൂപം നൽകിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുത്തേക്കാം. നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഇതിൽ വരാം. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫുൾ വീഡിയോ ആയിട്ട് ഇതിന് താഴെ ഡിസ്ക്രിപ്ഷനിലോ ഐ ബട്ടണിലോ ഞാൻ അതും കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒറ്റ വീഡിയോ ആയിട്ട് കണ്ട് ഇംപ്ലിമെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. അപ്പോൾ 7 ദിവസമായിട്ട് ഇത് ചെയ്യുന്നത് ഓരോന്നും അറിഞ്ഞ് കണ്ട് നമ്മൾ പ്രവർത്തിക്കാനും അല്ലെങ്കിൽ ഒരു അവയർനെസ്സോട് കൂടി നമ്മൾ ചെയ്യുമ്പോഴാണ് അതിനൊരു വാല്യൂ കിട്ടുന്നത്, അല്ലെങ്കിൽ അതൊരു പ്രാക്ടിക്കലായിട്ട് എടുക്കാനായിട്ട് പറ്റുന്നത്. കാരണം ഇപ്പം ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മുടെ ലൈഫിൽ എപ്പോഴെങ്കിലും പുതിയൊരു കാര്യം ചെയ്യാനും നോക്കുമ്പോഴോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നിലവിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം ബ്രേക്കില്ലാതെ ഇങ്ങനെ പോകുമ്പോഴാണ് നമുക്കൊരു എനർജി ലോ ആയിട്ട് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഇതിനായിട്ടാണ് ഈ ഒരു ചലഞ്ച്. അല്ല, ഇങ്ങനെയുള്ളൊരു വ്യക്തിയാണ് നിങ്ങളെന്നുണ്ടെങ്കിൽ തുടർന്ന് ഈ വീഡിയോ കാണാനും അല്ലെങ്കിൽ ഈ ചലഞ്ച് ഫുള്ളായിട്ട് ചെയ്താലും നിങ്ങൾക്കൊരു വാല്യൂ ഇതിനകത്തുനിന്ന് കിട്ടും. അപ്പോൾ ഞാനിത് ചെയ്ത് സക്സസ് ആക്കിയിട്ടുള്ളൊരു കാര്യമാണ് ഞാൻ പിന്നെ വീണ്ടും യൂട്യൂബിലേക്ക് ചെയ്യുന്നത്. അപ്പോൾ എവിടെയാണ് ഞാൻ സ്റ്റക്കായി നിൽക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ കോണ്ടൻറ്റ് ക്രിയേഷനിലേക്ക് ഞാൻ വരുന്നത് 6 മാസം മുന്നെയാണ്. അപ്പോൾ ഇതിനകത്തുള്ള കാര്യങ്ങളൊന്നും വലുതായിട്ട് അറിയാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഞാൻ പിന്നെ കുറച്ച് നാളൊന്ന് ഗ്യാപ്പ് എടുത്തു. പിന്നെ അതിനെക്കുറിച്ചൊന്നും ബോദർ ചെയ്യാതെ പിന്നെ വീണ്ടും ഞാൻ പഴയ പാറ്റേണിലൂടെ പോയി. അപ്പോൾ എൻ്റെ പുതിയ കാര്യം എന്ന് പറയുന്നത് ഇവിടെ കോണ്ടൻറ്റ് ക്രിയേഷനും. അപ്പോൾ എനർജി ഏതൊക്കെ രീതിയിൽ ഡിസ്ട്രിബ്യൂട്ട് ആവുന്നു എന്നുള്ളത് ഞാൻ അനലൈസ് ചെയ്തിട്ട് ഈ ഒരു രീതിയിലോട്ട്, അല്ലെങ്കിൽ ഈ കോണ്ടൻറ്റ് ക്രിയേഷൻ എന്നുള്ള രീതിയിലോട്ട് ഞാൻ എനർജി ഫ്ലോ ചെയ്യുന്നു. ഇതാണ് ഈ ഒരു ചലഞ്ച് ചെയ്യുന്ന എൻ്റെ ഒരു ഗോൾ. അപ്പോൾ നിങ്ങൾക്കും ഇതേപോലെ ഏതെങ്കിലും ഒരു ഗോൾ സെറ്റ് ചെയ്ത് ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, എൻ്റെ ഉദ്ദേശം ഈ ചലഞ്ച് കഴിയുമ്പോൾ ഇതാണ്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കൺസെപ്റ്റ് നിങ്ങൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങളുടെ മൈൻഡിൽ ചിന്തിക്കുക, എൻ്റെ എനർജി എവിടെ പോകുന്നു, ആ എനർജി എടുത്ത് എനിക്ക് എന്തിലോട്ട് അപ്ലൈ ചെയ്യാം. ഇങ്ങനൊരു കാര്യം നിങ്ങൾക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ചലഞ്ച് ഉപകരിക്കും. ഓക്കെ. ഞാൻ ഈ വീഡിയോ കൊണ്ട് പറയാനായിട്ട് വരുന്നത് വേറൊന്നുമല്ല. നിങ്ങളിപ്പോൾ പുതിയതായിട്ടൊരു കാര്യം ചെയ്യാനായിട്ട് പോകുമ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് അതിനെ അനലൈസ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി ലോ ആയിട്ട് വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിലവിലുള്ള കാര്യം ചെയ്ത് പോകുമ്പോൾ അതിന് എനർജി കുറയും. അപ്പോൾ ഇടയ്ക്ക് ബ്രേക്ക് എടുക്കേണ്ടി വരും. അപ്പോൾ നിങ്ങൾക്ക് എവിടെയാണ് എനർജി ലോസ് വരുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ അല്ലെങ്കിൽ ഇന്നത്തെ ഡേയിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നതും ഒരു എനർജി ഓഡിറ്റിംഗ് ആണ്. എനർജി ഓഡിറ്റിംഗ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ എനർജി ഏതൊക്കെ രീതിയിൽ ചിലവാക്കുന്നു എന്നുള്ളൊരു ഓഡിറ്റിംഗ് നിങ്ങൾ കൊണ്ടെത്തുക. കാരണം അങ്ങനെ ഒരു റിപ്പോർട്ട്, നിങ്ങളിപ്പോൾ ഒരു ഡോക്ടറുടെ അടുത്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ബ്ലഡ് ചെക്ക് ചെയ്തിട്ട് വരാനായിട്ട് പറയുന്ന പോലെ നിങ്ങൾ ആ ഒരു വ്യക്തത നിങ്ങൾ വരുമ്പോഴാണ് ഞാൻ ഇത്ര സമയം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ എനിക്ക് ചെയ്യേണ്ടത് ഈ ഒരു കാര്യമാണ്, ഇതിനായിട്ട് ഞാൻ ഇത്ര നേരം മൊബൈൽ യൂസ് ചെയ്യുന്നുണ്ട്, അപ്പോൾ ഈ മൊബൈൽ യൂസേജ് എത്രത്തോളം എനിക്ക് ആ കാര്യവുമായിട്ട് റിലേറ്റ് ചെയ്ത് വാല്യൂ എനിക്ക് തരുന്നുണ്ട്. ഈ ഒരു രീതിയിൽ നിങ്ങൾ ഫുള്ള് ഒരു ഓഡിറ്റിംഗ് നടത്തുക എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഓഡിറ്റിംഗ് നടത്തുമ്പോൾ ഏതൊരു വ്യക്തിക്കും മനസ്സിലാവും ഈ ഒരു കാര്യം. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ ഒരു ബ്രേക്ക് എടുത്തിട്ട് നിങ്ങളിത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് ഇതിനകത്ത് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഇങ്ങനെ ബ്രേക്ക് എടുത്തിട്ട് ചെയ്യുമ്പോഴാണ് നമുക്ക് പല കാര്യങ്ങളും മുന്നിലേക്ക് പോകാനായിട്ട് പോകുന്നത്. കാരണം ഞാൻ ഓൾറെഡി പറഞ്ഞു, 6 മാസം മുന്നേ ഞാൻ യൂട്യൂബ് ചാനൽ സ്റ്റാർട്ട് ചെയ്തു. എന്നിട്ട് പിന്നെ ഒരു മാസമായിട്ടാണ് വീണ്ടും കണ്ടൻറ്റ് ഇടുന്നത്. അതെനിക്ക് കണ്ടൻറ്റ് ഇല്ലാത്തത് കൊണ്ടല്ല, എൻ്റെ നിലവിലുള്ള വർക്കിംഗ് സ്ട്രാറ്റജി വെച്ചിട്ട് ഈ ഒരു കാര്യവും കൂടി അതിനകത്ത് ഇംപ്ലിമെൻറ്റ് ചെയ്തെടുക്കാനുള്ളൊരു പ്രോപ്പർ ടൈം എനിക്ക് മാറ്റി വയ്ക്കാനായിട്ട് പറ്റിയില്ല. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഈ എനർജി എവിടെയൊക്കെ പോകുന്നു എന്നുള്ളതിനെ മാറ്റി നമ്മളിപ്പോൾ ഒരു ബഡ്ജറ്റ് ചെയ്യുന്ന പോലെ, ഇപ്പോൾ ഇത്ര രൂപ സാലറി കിട്ടുന്ന ഒരാൾ ഇത്ര കാര്യങ്ങൾ സേവിങ്സിന് വേണ്ടി ഇത്ര മാറ്റി വയ്ക്കുന്നു, ചിലവുകൾക്ക് വേണ്ടി ഇത്ര മാറ്റി വയ്ക്കുന്നു. ഈ ഒരു മെക്കാനിസം നടന്നു പോകുന്നത് പോലെ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ എനർജി ഓഡിറ്റ് ചെയ്യുക. അപ്പോൾ ഈ എനർജി ഓഡിറ്റിംഗ് എങ്ങനെ ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ, എനർജി എന്ന് പറയുന്നത് പോസിറ്റീവായിട്ട് നമുക്കുണ്ട്, നെഗറ്റീവായിട്ട് നമുക്കുണ്ട്. അപ്പോൾ ഈ നെഗറ്റീവായിട്ട് പോകുന്ന എനർജി അല്ലെങ്കിൽ എനർജിയുടെ ചോർച്ചയെ
നമ്മൾ തടഞ്ഞുകൊണ്ട് ഇതിനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി മാറ്റി വയ്ക്കുന്നതാണ് ഈ ഒരു ചലഞ്ചിൻ്റെ ഒരു അടിസ്ഥാന ഉദ്ദേശം എന്ന് പറയുന്നത്. അതിൽ ഫസ്റ്റ് വരുന്ന എനർജി ഫിസിക്കൽ എനർജിയാണ്. ഫിസിക്കൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ഫിസിക്കലി എനർജി ഡൗൺ ആവാനായിട്ട് നിങ്ങൾ എന്തെങ്കിലും ആക്ഷൻസ് എടുക്കുന്നുണ്ടോ എന്ന് നോക്കുക. ഉദാഹരണത്തിന് ഒരുപാട് നേരം ഫോൺ നോക്കി, രാത്രിയിൽ ഒരുപാട് നേരം ഫോൺ നോക്കി ഇരിക്കുമ്പോൾ നിങ്ങളുടെ രാവിലത്തെ ഉറക്കത്തെ അല്ലെങ്കിൽ ഉറക്കത്തിൻ്റെ ക്വാളിറ്റിയെ ബാധിക്കും, അത് പിറ്റേ ദിവസത്തെയും ബാധിക്കും. അപ്പോൾ അങ്ങനെയുള്ള എനർജി എവിടെയെങ്കിലും പോകുന്നുണ്ടോ എന്ന് ആദ്യം നോക്കുക. രണ്ടാമത്തുള്ള എനർജി എന്ന് വെച്ചാൽ മെൻ്റൽ എനർജി എന്ന് പറയും. ഈ മെൻ്റൽ എനർജി എന്ന് പറയുമ്പോൾ നിങ്ങളെ ഫോക്കസ് നഷ്ടപ്പെടുത്തുന്ന രീതിയിൽ എവിടെയെങ്കിലും എനർജി ഫ്ലോ, അതായത് ഇപ്പോൾ നിങ്ങളുടെ മൊബൈൽ ഫോണിൽ നോട്ടിഫിക്കേഷൻ, നിങ്ങൾക്ക് വേണമെങ്കിൽ രാത്രി കിടക്കുന്നതിന് 1 മണിക്കൂർ മുന്നേ മൊബൈൽ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഒരു നോട്ടിഫിക്കേഷൻ വേണമെങ്കിൽ നിങ്ങളുടെ 1 മണിക്കൂറോ 2 മണിക്കൂറോ വിലപ്പെട്ട സമയത്തെ വേണമെങ്കിൽ കൊണ്ടുപോകാനായിട്ട് പറ്റും. ഇപ്പോൾ ഒരു മെസ്സേജ് വരുന്നു, ഒരു റീലിൻ്റെ മെസ്സേജ് ആണെന്നുണ്ടെങ്കിൽ ആ റീല് കയറി നോക്കുമ്പോൾ നിങ്ങൾ ഒരു റീല് മാത്രമായിട്ട് കയറി നോക്കാൻ വളരെ ചാൻസ് കുറവാണ്. ജസ്റ്റ് സ്ക്രോൾ ചെയ്യും. കാരണം നിങ്ങളുടെ പാറ്റേൺ അങ്ങനെയാണ്. ഒരു റീല് വന്നു കഴിഞ്ഞാൽ അടുത്തതിലേക്ക് പോകും എന്നൊരു പാറ്റേണിൽ നിങ്ങൾ നിൽക്കുകയാണ്. അപ്പോൾ വീണ്ടും അടുത്ത റീലിലേക്ക് സ്ക്രോൾ ചെയ്ത് നിങ്ങൾ പോവുക തന്നെ ചെയ്യും. അപ്പോൾ ഒരുപാട് സമയം പോകും. അല്ലെങ്കിൽ നിങ്ങളുടെ മെൻ്റൽ എനർജി അവിടെ ലോസ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ മെൻ്റൽ എനർജി അങ്ങനെ ലോസ് ആവുന്നുണ്ടെങ്കിൽ അതിനെ ബ്ലോക്ക് ചെയ്യുക. 1 മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വയ്ക്കാം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് വരാം. മെൻ്റൽ എനർജി ഒരുപാട് നിങ്ങൾ ലോസ് ചെയ്യുന്നുണ്ടായിരിക്കും. അതായത് ഇപ്പോൾ ഒരു നോട്ടിഫിക്കേഷൻ വന്നു, അല്ലെങ്കിൽ ഫോൺ അമിതമായിട്ട് യൂസ് ചെയ്യുന്നു. അമിതമായിട്ട് എന്ന് പറയുമ്പോൾ ഫോൺ പൂർണ്ണമായിട്ടും ഒഴിവാക്കണമെന്നല്ല. നിങ്ങളുടെ എനർജി ലോസ് ചെയ്യുന്ന രീതിയിൽ ഇപ്പം വൈകുന്നേരത്തെ ഉറങ്ങാൻ പോകുന്ന സമയത്തിന് 1 മണിക്കൂർ മുന്നേ ഫോൺ മാറ്റി വയ്ക്കുന്ന ഒരു നല്ല ശീലമാണ്. അപ്പോൾ നിങ്ങളുടെ എനർജി അവിടെ ഡ്രെയിൻ ആവാതെ നിങ്ങൾക്ക് നോക്കും. പലരും അറിഞ്ഞുകൊണ്ടും ഇതിലേക്ക് പോകുന്നതാണ് ഏറ്റവും വലിയ ഡേഞ്ചർ എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ മെൻ്റൽ എനർജി നിങ്ങൾക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം. പിന്നെ ഉള്ളതാണ് ഇമോഷണൽ എനർജി എന്ന് പറയുന്നത്. ഈ ഇമോഷണൽ എനർജി നിങ്ങൾക്ക് ലോസ് ആവുന്നതെന്ന് പറയുമ്പം അമിതമായിട്ടുള്ള ഓവർ തിങ്കിങ് കൊണ്ട് നിങ്ങൾക്ക് മെൻ്റൽ എനർജി ഡൗൺ ആവാം. ഇങ്ങനെ പല രീതിയിലും നിങ്ങൾക്ക് എനർജി ഡ്രെയിൻ ആവുന്നുണ്ട്. അപ്പോൾ ഈ എനർജി എവിടെയൊക്കെ ഡ്രെയിൻ ആവുന്നു എന്നുള്ളത് ആദ്യം എഴുതി വെക്കുക എന്നുള്ളത്. കാരണം ഇങ്ങനെ എഴുതി വെക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നൊരു അഡ്വാൻറ്റേജ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട് പറ്റും. കാരണം ഈ എനർജിയെ എങ്ങനെ നമുക്ക് മാറ്റാം, അല്ലെങ്കിൽ എങ്ങനെ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാം എന്നൊരു ലെവലിലേക്ക് നിങ്ങൾക്ക് മാറാനായിട്ട് പറ്റും. അപ്പോൾ ഇത്രയൊക്കെയാണ് ഡേ 1 പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എവിടെയൊക്കെയാണ് ഏറ്റവും കൂടുതലും എനർജി ലോസ് വരുന്നതെന്നുള്ളത് നിങ്ങൾക്ക് ഈ കൺസെപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. നിങ്ങൾ എവിടെയാണ് ഏറ്റവും കൂടുതലും എനർജി ലോസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ട് എനർജി ഏറ്റവും കൂടുതലും നിങ്ങൾ കളയുന്നത് എവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്കിനി ഡേ 2 കാണാം.